വെൽക്കം ടു കുട്ടീസ് ക്രാഫ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, നൈസാമിന്റെ നാട്, മുത്തുകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന സുന്ദരമായ ഒരു നഗരമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതാണ് നമ്മളുടെ ഹൈദരാബാദ്. അപ്പോൾ ഇന്ന് ഹൈദരാബാദിന്റെ കുറച്ച് വിശേഷങ്ങളാകാം. ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തവും പഴക്കമുള്ളതുമായ പള്ളിയാണ് മക്ക മസ്ജിദും ചാർമിനാറും. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ കോളറ എന്ന അസുഖം വന്നപ്പോൾ അവിടുത്തെ രാജാവ് ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുകയും കോളറ മാറിപ്പോയപ്പോൾ അതിന്റെ നന്ദി സൂചകമായി നിർമ്മിച്ചതാണ് ഈ ചാർമിനാർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈദരാബാദിലെ ഒരു വലിയ കോട്ടയാണ്. ഗോൽക്കൊണ്ട കോട്ട എന്നാണ് അതിന്റെ പേര്. ഒരുപാട് അത്ഭുതങ്ങളും രഹസ്യവും ഒക്കെയുള്ളൊരു വലിയ കോട്ടയാണത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കോട്ടകളിൽ ഒന്നുകൂടിയാണത്. ഈ കോട്ടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കവാടത്തിലെ ഈ സ്ഥലത്തിൽ നിന്നും കൈകൊട്ടിയാൽ അത് കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് വരെ കേൾക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് ഒരു വട്ടം കൈകൊട്ടിയാൽ രാജാവ് വരുന്നുണ്ടെന്നും 2 വട്ടം കൈകൊട്ടിയാൽ ഗസ്റ്റ് വരുന്നുണ്ടെന്നും 3 വട്ടം കൈകൊട്ടിയാൽ ശത്രുക്കൾ വരുന്നുണ്ടെന്നും ആയിരുന്നു അർത്ഥം. അങ്ങനെ ആയിരുന്നു കോട്ടയിലുള്ള എല്ലാവരെയും വിവരം അറിയിച്ചിരുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തിയാൽ നമുക്ക് ഈ കോട്ടയുടെ മുഴുവൻ ഭാഗവും പിന്നെ ഹൈദരാബാദ് പട്ടണവും മുഴുവനും കാണാൻ സാധിക്കും. ചാർമിനാറിന്റെ 2 മിനാരം കൂടി ഇവിടെ നിന്നും കാണാൻ. ഇവിടെയാണ് കൊട്ടാരം കലാപരിപാടികളൊക്കെ നടന്നിരുന്നത്. അത് കേട്ടപ്പോൾ എനിക്കും അവിടെ ഒന്ന് ഡാൻസ് കളിക്കാൻ തോന്നി. വളരെ പഴക്കമുള്ള കൊട്ടാരമാണെങ്കിലും ഇന്നും എത്ര ഭംഗിയോടെയാണ് ആ കൊട്ടാരം നിൽക്കുന്നതെന്ന് കണ്ടോ? 7 കിലോമീറ്ററിലേറെ ചുറ്റളവിൽ പരന്ന് കിടക്കുന്ന ഒരുപാട് ഉയരമുള്ള ഈ കോട്ട ഒരു അത്ഭുതം തന്നെയാണിട്ടോ. ഇതൊക്കെയാണ് ഈ കോട്ടയെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇനി നമ്മൾ കാണുന്നതാണ് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ ധാരാളം സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. ബാഹുബലിയിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചതാണ്. അതിനൊക്കെ വേണ്ടി ഇവിടെ സുന്ദരമായ സ്ഥലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഹൈദരാബാദിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.